15,000 രൂപയ്ക്ക് താഴെ വരുന്ന നല്ലൊരു ക്യാമറ ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊരു പേര് ഹുവാവേ ഹോണർ 6X ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ പ്രോസും കോൺസും ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഇതിൻ്റെ 4GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജ് വേരിയൻ്റ് ആണ്. ഇതിന് 16,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതുകൂടാതെ ആമസോണിൽ വേറൊരു വേരിയൻ്റ് കൂടെ അവൈലബിൾ ആണ്. 3GB RAM 32GB ഇൻ്റർണൽ സ്റ്റോറേജ്, അതിന് 13,000 രൂപ. ഈ രണ്ട് വേരിയൻസുകളും തമ്മിൽ ഈ പറഞ്ഞ റാമിൻ്റെയും ഇൻ്റർണൽ സ്റ്റോറേജിൻ്റെയും വ്യത്യാസമല്ലാതെ ബാക്കി ക്യാമറ മുതൽ എല്ലാ സ്പെസിഫിക്കേഷൻസും സെയിം ആണ്. ആദ്യം നമുക്കിതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രൈമറി ക്യാമറയിൽ ഡ്യുവൽ ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് 12 മെഗാപിക്സലും മറ്റൊന്ന് 2 മെഗാപിക്സലും. അതേപോലെ ഇതിൻ്റെ സെക്കൻഡറി ക്യാമറ 8 മെഗാപിക്സലാണ് വരുന്നത്. ഈ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ഈ ക്യാമറയിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ ക്യാമറയിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ മോഡുകൾ അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഫുൾ HD വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ എടുക്കുമ്പോഴുള്ള ഓഡിയോ റെക്കോർഡിംഗ് ആയാലും അതേപോലെ നോയിസ് ക്യാൻസലേഷൻ ആയാലും എല്ലാം തന്നെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇഷ്യൂ എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ല. പക്ഷേ എനിക്ക് ഇതിൽ തോന്നിയ ഒരു നെഗറ്റീവ് എന്താണെന്ന് പറയാം. ഇതിൽ ഒരു തരത്തിലുള്ള ഇമേജ് സ്റ്റെബിലൈസേഷനും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൈറ്റിൽ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കൈയൊന്ന് പതുക്കെ ഷെയ്ക്കായാൽ ഇമേജിൻ്റെ ആ ഷാർപ്പ്നെസ് മിസ്സാവും. അതേപോലെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മൂവിങ് സ്മൂത്ത് അല്ലെങ്കിൽ ഷെയ്ക്കിനെസ്സും ഫീൽ ചെയ്യും. അതേപോലെ ഇതിൻ്റെ ക്യാമറയിൽ മോശമായി തോന്നിയ വേറൊരു കാര്യം ഇതിൻ്റെ സ്ലോ മോഷനാണ്. ഇതിൻ്റെ സ്ലോ മോഷൻ 640x480 VGA റെസൊല്യൂഷൻ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതുതന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിലൊക്കെ നമ്മൾ എടുത്താൽ ഒന്നും തന്നെ നന്നായിട്ട് കാണാൻ സാധിക്കില്ല. എന്തായാലും സ്ക്രീനിൽ കാണുന്ന ഈ സാമ്പിൾസ് കണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതേപോലെ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഈ എടുത്ത ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും ഒറിജിനൽ ഫയൽസ് ചെക്ക് ചെയ്തും ഉറപ്പുവരുത്താവുന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ഫുൾ HD റെസൊല്യൂഷനിൽ 5.5 ഇഞ്ച് വരുന്ന 2.5D കർവ്ഡ് LTPS IPS LCD ഡിസ്പ്ലേ ആണ്. റെഡ്മി നോട്ട് 4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമില്ലെങ്കിലും കുറച്ചുകൂടെ ഷാർപ്പ്നെസ്സും ബ്രൈറ്റ്നെസ്സും ഇതിൻ്റെ ഡിസ്പ്ലേക്കാണ് കൂടുതൽ. പിന്നെ ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾസ് എല്ലാം ഓക്കെയാണ്. അതേപോലെ ഔട്ട്ഡോറിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ബ്രൈറ്റ്നെസ്സിലാണെങ്കിൽ റീഡബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതിൽ ഹുവാവേയുടെ തന്നെ ഹൈസിലിക്കൺ കിറിൻ 65 എന്ന ഒക്ടാകോർ ചിപ്സെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡേ ടു ഡേ പെർഫോമൻസിലായാലും ഗെയിമിങ്ങിലായാലും ഇത് വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ലാഗോ ഹാങ്ങോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ റാം മാനേജ്മെൻറ്റും ഓക്കെയാണ്. പിന്നെ വേറൊരു വലിയ അഡ്വാൻറ്റേജ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസും ഇല്ല. നമ്മൾ കുറേ നേരത്തേക്ക് ഗെയിം കളിച്ചാൽ പോലും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചൂട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ആ കാര്യത്തിലും വളരെ കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വളരെ ഫാസ്റ്റ് ആൻഡ് അക്യുറേറ്റ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ അൺലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മൾ മോട്ടോയിലൊക്കെ ഉള്ള പോലെ കുറച്ച് എക്സ്ട്രാ ജസ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ സ്വൈപ്പ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ചെയ്യാം. പിന്നെ ഗാലറിയിൽ ഫോട്ടോസ് നോക്കുമ്പോൾ നെക്സ്റ്റ് പ്രീവിയസ് സ്ലൈഡ് ചെയ്യാം. ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം. പിന്നെ അലാം ഓഫ് ചെയ്യാം, കോൾ ആൻസർ ചെയ്യാം. ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് വേണ്ട എല്ലാ ബേസിക് സെൻസറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോമ്പസിന് വേണ്ട സെൻസറായാലും VR വേണ്ട സെൻസറായാലും ഒന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ല. എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഒരു പെഡോമീറ്റർ നൽകിയിട്ടുണ്ട്. ഇത് വെച്ച് നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കൗണ്ടിങ് എനിക്കത്ര അക്യുറേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇതിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത 3340 mAh ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി ലൈഫ് എബോവ് ആവറേജ് ആണ്. ഈവൻ ഹെവി യൂസേജിലായാൽ പോലും എനിക്ക് ഓൾമോസ്റ്റ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് മെറ്റൽ യൂണിബോഡി കൺസ്ട്രക്ഷൻ ആണ്. ആൻറ്റിന റിസപ്ഷന് വേണ്ടി മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും പ്ലാസ്റ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു പ്രീമിയം ഫീൽ ഇല്ലെങ്കിലും അബോവ് ആവറേജ് ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഡ്യുവൽ സിം ഉപയോഗിക്കാൻ പറ്റും. VoLTE സപ്പോർട്ടും ഉണ്ട്. നിങ്ങൾക്ക് ജിയോ ഉപയോഗിക്കാൻ വേറെ ആപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. കോൾ ക്വാളിറ്റി വളരെ ഓക്കെയാണ്. നോയിസ് ക്യാൻസലേഷനും ബെറ്റർ ആണ്. പിന്നെ ഇതിൽ നോട്ടിഫിക്കേഷൻ LED, FM റേഡിയോ, OTG സപ്പോർട്ട് ഇതെല്ലാം തന്നെ ഓക്കെയാണ്. ഇനി ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിൻ്റെ സ്പീക്കർ ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ടിൽ ഞാനത്ര സാറ്റിസ്ഫൈഡ് അല്ല. റെഡ്മി നോട്ട് 4നേക്കാളും ഇതിൻ്റെ സൗണ്ട് കുറവാണ്. പിന്നെ ഇയർഫോൺ ഉപയോഗിച്ചാലും സൗണ്ട് അത്ര ലൗഡല്ല. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ഗോറില്ല ഗ്ലാസ് പോലുള്ള എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻസ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. സോ നിങ്ങൾ മസ്റ്റായും ഒരു ടെമ്പർ ഗ്ലാസ് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ആവും. പിന്നെ ഇതിൻ്റെ 2 സിമ്മുകളിൽ രണ്ടാമത്തെ സിമ്മിൽ 2G മാത്രമേ സപ്പോർട്ടുള്ളൂ. ആമസോണിൽ ഇത് രണ്ടിലും 4G സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഫേക്കാണ്. ഒന്നിൽ മാത്രമേ 4G സപ്പോർട്ടുള്ളൂ. പിന്നെ ഇത് ഹൈബ്രിഡ് സിം സ്ലോട്ട് ആയതുകൊണ്ട് ഒന്നുകിൽ അറ്റ് എ ടൈമിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു SD കാർഡും ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ആമസോണിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് 5V 2A ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. എനിക്ക് പക്ഷേ അങ്ങനെ തോന്നിയില്ല. വേറെയും ഫാസ്റ്റ് ചാർജറുകൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. ഏകദേശം 10% മുതൽ 100% വരെ ചാർജ് ചെയ്യാൻ 2.5 മുതൽ 2.25 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ OS ആൻഡ്രോയിഡ് 6.0യിൽ EMUI 4.1 കസ്റ്റം ബിൽഡാണ് വരുന്നത്.
എനിക്ക് പേഴ്സണലി ഇതിൻ്റെ UI അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിതിൽ നോവ ലോഞ്ചറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ NFC ഇല്ല, അതേപോലെ വൈഫൈ ബാൻഡ് 2.4 GHz മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. ഇത്തരം ചില ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഫോൺ ഓവറോൾ നല്ല ക്യാമറയും നല്ല ബാറ്ററി ലൈഫും നല്ല പെർഫോമൻസും ഓവർ ഹീറ്റിംഗ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുമായ നല്ലൊരു ഫോൺ തന്നെയാണ്. ക്യാമറയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ ഫോൺ എടുക്കാം. അതല്ല, ക്യാമറ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പെർഫോമൻസും ബാറ്ററി ലൈഫും മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ Redmi Note 4 എടുക്കുന്നതാവും ഇതിനേക്കാളും നന്നാവുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുപോലുള്ള വേറെയും വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോന് താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്